എക്കോ റാംബ്ലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മേഘമലയിലേക്കാണ്. തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലെ മേഘമലയിലേക്കാണ്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളെ തോൽപ്പിക്കുന്ന അഴകുള്ള തമിഴത്തിയാണ് മേഘമല. നമ്മളിപ്പോൾ കാണുന്നത് മേഘമല റൂട്ടിലെ ഒരു കാഴ്ചയാണ്. മേഘങ്ങൾ ഉമ്മവയ്ക്കുന്ന കുന്നുകൾ എന്ന് ഒറ്റവാക്കിൽ മേഘമലയെ വിശേഷിപ്പിക്കാം. ഇതുവരെ അധികം സഞ്ചാരികളുടെ ദൃഷ്ടി പതിയാത്തതിനാൽ നിത്യകന്യകയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് മേഘമല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിലേ മേഘമലയിലെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. രാവിലെ 4 മണിക്ക് ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. തെന്മല ആര്യങ്കാവിലെ റോസ്മല കണ്ട് തമിഴ്നാട്ടിലെത്തി. തെങ്കാശിയിൽ നിന്ന് കറുപ്പാനദി ഡാം കണ്ട് രാജപാളയം ഉസിലമ്പട്ടി വഴി കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 260 കിലോമീറ്ററോളം താണ്ടി ആണ്ടിപ്പെട്ടിയിലെത്തിയപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു. രാത്രി ഞങ്ങൾ ആണ്ടിപ്പെട്ടിയിൽ തങ്ങി. ആണ്ടിപ്പെട്ടിയിൽ നിന്ന് 70 കിലോമീറ്ററോളം ദൂരമുണ്ട് മേഘമലയിലേക്ക്. തിരുവനന്തപുരം, കൊട്ടാരക്കര, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കുമളി എത്തി. കുമളിയിൽ നിന്ന് തേനി റൂട്ടിൽ ചിന്നമന്നൂരിൽ നിന്ന് റൈറ്റിലേക്ക് 46 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മേഘമലയിൽ എത്തിച്ചേരാം. മേഘമല യാത്രയിൽ ഒഴിവാക്കേണ്ട ചില സാധനങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ക്യാരി ബാഗുകൾ, ഡ്രോൺ ക്യാമറ, ലിക്കർ എന്നിവ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാണുന്ന ഭംഗിയുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ മേഘമലയുടെ അടിവാരത്തിൽ, അതായത് ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന് മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ചെക്ക് പോസ്റ്റിലെ ചെക്കിംഗ് കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്തരം കാഴ്ചയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് കയറിയാൽ എന്തോരം കാഴ്ചയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. കേരളത്തിലേക്കും തമിഴ്നാടിന്റെ ഇതര ഭാഗങ്ങളിലേക്കും പച്ചക്കറികൾ കയറ്റിക്കൊണ്ടുപോകാൻ ചിന്നമന്നൂരിൽ ലോറികൾ നിരന്നു നിൽക്കും. ചിന്നമന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കണ്ണെത്താ ദൂരം മുന്തിരി വിളയുന്ന മുന്തിരിപ്പാടങ്ങൾ ചിന്നമന്നൂരിന്റെ മനോഹര കാഴ്ചയാണ്. അടിവാരത്ത് നിന്ന് 10 മണിക്ക് മുകളിലേക്ക് സർക്കാർ ബസ് സർവീസുകളുണ്ട്. വൈകിട്ട് 5-ന് തിരിച്ചെത്തും. 41 കിലോമീറ്റർ ദൂരവും 22 ഹെയർ പിൻ ബെൻഡുകളും ഉണ്ട് മേഘമലയിലെത്താൻ. മികച്ച രീതിയിലുള്ള റോഡ് സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. എതിരെ ഒരൊറ്റ വാഹനം പോലും വരുന്നില്ല എന്നതുമാണ് മറ്റൊരു പ്രധാന കാര്യം. താഴെ ചിന്നമന്നൂരും ദൂരെ കമ്പവും കാണാം. തികച്ചും ഒറ്റപ്പെട്ട വഴി. മേഘമലയിൽ എത്തുന്നവർക്ക് താമസിക്കാൻ ആകെയുള്ള സൗകര്യം പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസും ക്ലൗഡ് മൗണ്ടൻ, റിവർ സൈഡ് എന്നീ 2 റിസോർട്ടുകളും മാത്രമാണുള്ളത്. അടിവാരത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് രാത്രിയിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ലെന്നതും. വൈകിട്ട് 4:30 മുമ്പ് അടിവാരത്ത് വന്ന് നമ്മളുടെ ടോക്കൺ ക്ലോസ് ചെയ്യണമെന്നും അവിടുത്തെ ഒരു ഓഫീസർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മേഘമലയിൽ പെട്രോൾ പമ്പ്, ATM സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. താഴെയുള്ള, അതായത് മേഘമലയിൽ നിന്ന് 46 കിലോമീറ്റർ താഴെ ചിന്നമന്നൂരിൽ മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുക. മേഘമലയിലേക്ക് എത്തുന്നവർ ചിന്നമന്നൂരിൽ മുറി ലഭ്യമാണോ എന്ന് മുന്നേ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മുന്നിൽ കാണുന്നത് മേഘമല എത്തുന്നതിന് മുന്നേയുള്ള ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ ഏറെ നേരത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മേഘമലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘമല മെയിൻ കോളനിക്ക് സമീപമാണ്. ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. എവിടെ നോക്കിയാലും പച്ച നിറം മാത്രം, മനോഹരമായ ഫ്രെയിമുകൾ. പഴയ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ശേഷിപ്പുകളാണ് മേഘമലയിലെ ഇപ്പോഴുള്ള കെട്ടിടങ്ങളല്ല. ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, സഞ്ചാരികളോട് മേഘമലക്കാർക്ക് യാതൊരു താല്പര്യവുമില്ല. ഒരിക്കലും സഞ്ചാര സൗഹൃദ മേഖലയല്ല മേഘമല. അങ്ങ് ദൂരെ ചായത്തോട്ടങ്ങളിൽ കാട്ടുപോത്തുകൾ അലയുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും മേഘമലയിലുണ്ട്. രാത്രി മേഘമലയിലൂടെയുള്ള സഞ്ചാരം സാഹസികമാണ്. അതുകൊണ്ട് തന്നെയാണ് താഴെ അടിവാരത്ത് നിന്നും ഓഫീസേഴ്സ് പറഞ്ഞത് വൈകിട്ട് 4:30 ടോക്കൺ ക്ലോസ് ചെയ്യണമെന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മേഘമലയിലുള്ള പഴയ കോളനി, അതായത് മെയിൻ കോളനിക്ക് സമീപമാണ്. ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ നമുക്ക് കാണാനാകുക മേഘമലയിലെ ഹൈവേ ഡാമും ഡാമിനോട് ചേർന്നുള്ള ഹൈവേ ഡാം വ്യൂ പോയിന്റും ലേക്ക് വ്യൂ പോയിന്റുമാണ്. വീഡിയോ തുടങ്ങിയപ്പോഴേ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കേരളത്തിലെ മൂന്നാർ പോലെയല്ല മേഘമല എന്നത്. മേഘമലയിലെ ഓരോ കാഴ്ചകളും അതിമനോഹരങ്ങളായ ഓരോ ഫ്രെയിമുകളാണ് സമ്മാനിക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്ത കാഴ്ച നമ്മൾക്ക് കാണാനാകുക ഹൈവേ, അതായത് മേഘമലയിലെ ഹൈവേ ഡാമാണ്. ഈ ഡാമിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ചുറ്റും കമ്പിവേലികളാൽ ബന്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ ഹൈവേ ഡാമിൻ്റെ തൊട്ട് അപ്പുറം, അതായത് അങ്ങേക്കര ഫോറസ്റ്റാണ്, മേഘമല റിസർവ് ഫോറസ്റ്റാണ്. ആയതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനും മറ്റു വേണ്ടിയിട്ടാണ് ഇവിടെ വേലി കെട്ടി തിരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മണനാർ ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മേഘമല
ഹൈവേ ഡാമിലെ നിറയ്ക്കുന്ന കാഴ്ചയാണ്. കാരണം മറുകരയിലുള്ള വന്യമൃഗങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങേക്കരയിൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ എത്താറുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഈ മണലാർ ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ ഹൈവേ ഡാമിലേക്ക് നിറയ്ക്കുന്നത്. ഇത് മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കൂടിയാണ്. അങ്ങനെ മേഘമല ഹൈവേ ഡാമും കണ്ട് അവിടുന്ന് നമ്മൾ മേഘമലയുടെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. മേഘമല വ്യൂ പോയിന്റും കഴിഞ്ഞ് അടുത്തത് നമ്മൾ എത്തുക മേഘമലയുടെ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ്. മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മേഘമല ഹൈവേ ഡാം. ഇവിടെയെല്ലാം വേലികെട്ടി തിരിച്ചിരിക്കുകയാണ്. അകത്തോട്ട് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. റൈറ്റ് സൈഡിൽ ബാക്കിലായിട്ട് മേഘമല ഡാമിന്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് മേഘമല റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ഇവിടെ ആനയും കാട്ടുപോത്തും കടുവയും ധാരാളമുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ മേഘമല ടൈഗർ റിസർവ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യവാസം കൂടുതലുള്ള മേഖലകളിൽ ഫെൻസിംഗ് ഇട്ട് അതിർത്തി തിരിച്ചിരിക്കുന്നതും. അങ്ങനെ നമ്മൾ അവിടുന്ന് മേഘമല ലേക്ക് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അടിവാരം മുതൽ മേഘമല മഹാരാജമേട് വരെയുള്ള ഭാഗങ്ങളിൽ മിക്കയിടങ്ങളിലും ആന ശല്യം കൂടുതലായി കാണപ്പെടാറുണ്ട്. സന്ധ്യാസമയങ്ങളിലും നേരം വെളുത്തു വരുന്ന സമയങ്ങളിലും ഇതിലേക്കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ധാരാളം ആനകളെ സ്പോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് മേഘമല. ഈ വഴി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അടുത്തതായി കാണാനാകുക ഹൈവേ ലേക്ക് വ്യൂ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ് ഹൈവേ ലേക്ക് വ്യൂ പോയിന്റ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ആ തൊട്ടു മുന്നിൽ കാണുന്നത് ഒരു ലേക്കാണ്. ഹൈവേ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ലേക്കാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാനാകുക. അങ്ങനെ നമ്മൾ മേഘമല ലേക്ക് വ്യൂ പോയിന്റും കണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തു വരുന്ന കാഴ്ച മണലാർ ബിഗ് ബ്രിഡ്ജ് വ്യൂ പോയിന്റ് ആണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ബ്രിഡ്ജാണ് മണലാർ ബ്രിഡ്ജ്. അതിനുശേഷം മണലാർ ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെയാണ് മണലാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മണലാർ ഡാമും കണ്ട് ഇരവെങ്കലാർ ഡാമും കണ്ട് മേഘമല ഫോറസ്റ്റിലൂടെ നമ്മൾ മഹാരാജമേട്ടിലേക്കാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ മേഘമലയുടെ മെയിൻ ആകർഷണം, പ്രധാനപ്പെട്ട സൗന്ദര്യം എന്ന് പറയുന്നത് മഹാരാജമേട്ടിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മേഘമലയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.